നാഗകന്യക 7 എപ്പിസോഡ് 43 എല്ലാവർക്കും സ്വാഗതം. പ്രഗതിയുടെ ഫോട്ടോയിൽ തൊട്ട് അപര നിൽക്കുന്നത് ഫാണി കാണുകയാണ്. ശേഷം അപര അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പഴയതെല്ലാം അപരയ്ക്ക് ഓർമ്മ വരികയാണ്. ഓർമ്മ വരുന്ന അപരയ്ക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. തലവേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന അപര അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് രാധിക അപരയുടെ വീട്ടിന്റെ മുന്നിൽ വരികയാണ്. ആ സമയം രാധികയെ പൂരവ് ഫോണിൽ വിളിക്കുന്നു. കാൾ അറ്റൻഡ് ചെയ്യുന്ന രാധികയോട് പൂരവ് ആഹാനയെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അവൾ വീട്ടിൽ തന്നെ കാണും, എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെയും കൊണ്ട് ഞാൻ വരികയുള്ളൂ എന്ന് പറയുകയാണ് രാധിക. വീട്ടിൽ എല്ലാവരും ഉള്ളപ്പോൾ അവളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് റിസ്ക് അല്ലേ എന്ന് പൂരവ് ചോദിക്കുമ്പോൾ ഭാവയുടെ അവസ്ഥ എനിക്കിനി കാണാൻ കഴിയില്ല. എന്റെ യഥാർത്ഥ രൂപം എടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും അനധികമായി വരുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന രാധിക കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ ഡോർ തുറക്കുന്ന ഖുഷി രാധികയോട് അപര വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്റെ കൂടെ അപര ഉണ്ടായിരുന്നതാണ്, പക്ഷെ അപരയെ പെട്ടെന്ന് കാണാതായി, എവിടെയാണ് പോയതെന്ന് അറിയില്ല എന്ന് രാധിക പറയുന്ന സമയം അപര ഒരു ഓട്ടോയുടെ മുന്നിൽ കൈ കാണിച്ച് ഓട്ടോ നിർത്തുകയാണ്. ശേഷം ഓട്ടോയുടെ അകത്ത് കയറുന്ന അപര ഓട്ടോയിലെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നെറ്റി മുറിഞ്ഞിരിക്കുന്നത് കാണുന്ന അപര ഇതെങ്ങനെയാണ് മുറിഞ്ഞതെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്ന അപരയുടെ കണ്ണ് നാഗത്തിന്റെ കണ്ണ് പോലെ ആവുകയാണ്. ശേഷം നോർമൽ ആവുകയും ചെയ്യുന്നു. മറുവശത്ത് കപിലും ആദർശം അപരയെ കുറിച്ച് രാധികയോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന രാധിക, ഞാൻ അപര വീട്ടിൽ വന്ന് കാണുമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആക്ച്വലി അപരയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ പെട്ടെന്ന് ബോധം കെട്ട് വീണു, ഇന്ന് പെട്ടെന്ന് കാണാതായി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സരോജം കരയുകയാണ്. അത് കാണുന്ന ഖുഷി സരോജത്തിന്റെ അടുത്ത് പോയി സരോജത്തിനെ സമാധാനിപ്പിക്കുകയാണ്. ആദർശ് പോലീസിൽ പരാതി കൊടുക്കാമെന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നതും കോളിംഗ് ബെല്ല് കേൾക്കുന്ന കപിൽ ചേച്ചിയായിരിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഓടിപ്പോയി ഡോർ തുറക്കുകയാണ്. അവരെയാണ് വന്നതെന്ന് അറിയുന്ന എല്ലാവരും അവിടേക്ക് വരുന്നു. അപ്പോൾ അവിടെ രാധിക നിൽക്കുന്നത് അവരെ കാണുകയാണ്. രാധികയെ അവിടെ വെച്ച് കണ്ട ഷോക്കിൽ നിൽക്കുകയാണ് അപര. അപരയോട് രാധിക, നീ എവിടേക്കാണ് എന്നോട് പറയാതെ പോയത്? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അവിടെ എന്താണ് നടന്നത് രാധിക എന്ന് അപര ചോദിക്കുമ്പോൾ കാറിന്റെ അകത്ത് തീ പിടിച്ചു. അത് കണ്ട് രണ്ടുപേരും കാറിന്റെ പുറത്ത് ഇറങ്ങി. ശേഷം അപരയ്ക്ക് വെള്ളം കുടിക്കാൻ തന്നു. അപര വെള്ളം കുടിക്കുന്നത് കണ്ട് പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നും അപരയെ കണ്ടില്ല എന്ന് രാധിക പറയുന്നത് കേൾക്കുന്ന അപര നെറ്റിയിൽ കൈവച്ചിട്ട് എനിക്കൊന്നും ഓർമ്മയില്ലാത്തത് എന്താണെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപര. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഓർമ്മ വന്നപ്പോൾ ഞാൻ പഴയ ഒരു ക്ഷേത്രത്തിലായിരുന്നു എന്ന് പറയുകയാണ് അപര. നമുക്കൊരു ഡോക്ടറെ കാണാം, അപ്പോൾ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുമെന്ന് രാധിക പറയുന്നത് കേൾക്കുന്ന ആദർശ് രാധികയോട് അതിന്റെ ആവശ്യമില്ല, വീട്ടിൽ വന്നല്ലോ, ഇനി എല്ലാം ശരിയായിക്കോളും എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്ന രാധിക, ഞാൻ പോകുന്നു, അപരയുടെ കുറച്ച് സാധനങ്ങൾ കാറിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അപര, ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറയുകയാണ്. ശേഷം പുറത്തു വരുന്ന രാധിക അപരയോട് നമുക്ക് ലോങ് ഡ്രൈവിന് പോയിട്ട് വന്നാലോ എന്ന് ചോദിക്കുകയാണ്. സമയം നല്ല താമസിച്ചു, എനിക്ക് സുഖമില്ല എന്ന് പറയുകയാണ് അപര. അത് ശരിയാണ്, സമയം തീരെ ഇല്ല, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് രാധിക ഡ്രാഗണായി മാറി അപരയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പറന്നു പോവുകയാണ്. ഇതെല്ലാം രാധികയുടെ ഇമാജിനേഷൻ ആയിരുന്നു. ആ സമയം രാധികയുടെ അടുത്ത് വരുന്ന ഖുഷി അമ്മ അപരയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. നാളെ വിവാഹമല്ലേ, പറയാനുള്ളത് നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് ഖുഷി അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യം വരുന്ന രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതും പൂരവ് രാധികയെ ഫോണിൽ വിളിക്കുകയാണ്. കാളെടുക്കുന്ന രാധികയോട് അവളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് പൂരവ്. ഇന്ന് എനിക്ക് അതിന് കഴിഞ്ഞില്ല, പക്ഷെ നാളെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അനന്തകുലത്തിലെ നാഗറാണിയെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കാള് കട്ട് ചെയ്യുന്ന രാധിക കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം അപരയുടെ റൂമിൽ പോകുന്ന സരോജം ആദിത്യ വിവാഹത്തിന് അപരയ്ക്ക് ഇടാൻ വേണ്ടി കൊടുത്തുവിട്ട ഡ്രസ്സ് ആണെന്നും പറഞ്ഞ് സരോജ അപരയ്ക്ക് ഡ്രസ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് ഷോൾ എടുത്ത് അപരയുടെ തലയിലിട്ട് കൊടുത്തിട്ട് സുന്ദരിയായിട്ടുണ്ട് അപര എന്ന് പറയുകയാണ് സരോജം. എന്നിട്ട് സരോജ ഓർണമെന്റ്സ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപര സന്തോഷത്തോടെ കണ്ണാടിയിൽ നോക്കി ഇരിക്കുമ്പോൾ അപരയുടെ പുറകിലെ ആര്യമിനെ കാണുന്ന അപര തിരിഞ്ഞു നോക്കുമ്പോൾ ആര്യമൻ അഹാനയ്ക്ക് സിന്ദൂരം ഇട്ട് കൊടുക്കുന്നതും അവർ രണ്ടുപേരും സ്നേഹത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്നതും അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും കാണുന്ന അപര തിരിഞ്ഞിരുന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ അപരയുടെ മുഖത്തുള്ള പ്രത്യേകത കണ്ട് പേടിക്കുന്ന അപര പേടിച്ച് അലറി വിളിക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന അമ്മയോട് അപര, കണ്ണാടിയിൽ നോക്കിയപ്പോൾ എന്നെയാണ് ഞാൻ കണ്ടത്, പക്ഷെ എന്തോ പ്രത്യേകത എനിക്കുണ്ടായിരുന്നു, എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് അപര. അത് കാണുന്ന സരോജം അപരയോട്, സ്ട്രെസ് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയെല്ലാം തോന്നുന്നത്, എല്ലാം ശരിയാവും, പേടിക്കേണ്ട എന്ന് അപരയോട് പറഞ്ഞിട്ട് സരോജം, ചിലപ്പോൾ അനന്തയ്ക്ക് ശക്തികൾ തിരിച്ചു കിട്ടി തുടങ്ങി കാണുമോ, അനന്തയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് സരോജം. അടുത്ത സീനിൽ വിവാഹത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് രാധിക. അപ്പോൾ അവിടേക്ക് ആര്യമൻ വരുന്നു. ആര്യമനെ കാണുന്ന രാധിക എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. രാധികയെ നോക്കുന്ന ആര്യമൻ ഡേഞ്ചറസ് എന്ന് പറയുന്നത് കേൾക്കുന്ന രാധിക, ശരിയായിട്ട് കോംപ്ലിമെന്റ് പറയാൻ അറിയില്ലേ എന്ന് ആര്യമനോട് പറഞ്ഞിട്ട് അതെല്ലാം പോട്ടെ, റെഡി ആകുന്നില്ലേ, നമുക്ക് എല്ലാവർക്കും വിവാഹത്തിന് പോകേണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വരുന്നില്ല, എനിക്ക് ഓഫീസിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആര്യമൻ പോകുമ്പോൾ രാധിക ആര്യമന്റെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഒഴിവാകാൻ നോക്കണ്ട, എക്സ് വൈഫ് ആയതുകൊണ്ട് എന്തെങ്കിലും ഫീലിങ്സ് ഇപ്പോഴും ആര്യമന്റെ മനസ്സിൽ ഉണ്ടാകും എന്ന്
എന്ന് രാധിക പറയുന്നത് കേൾക്കുന്ന ആര്യമ്മൻ ദേഷ്യത്തോടെ രാധികയോട് എന്റെ മനസ്സിൽ അവളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രാധിക ആര്യമ്മനോട് ഈ പറഞ്ഞത് ശരിയാണെന്ന് എന്റെ കൂടെ വന്ന് തെളിയിക്കുക. അവൾ ആര് വിവാഹം കഴിച്ചാലും എവിടെ വെച്ച് വിവാഹം കഴിച്ചാലും എപ്പോൾ വിവാഹം കഴിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് തെളിയിക്കുക. അതുമല്ല വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു ചടങ്ങിന് പോകുന്നത് ശരിയല്ല. ഇനിയല്ല ആര്യമ്മന്റെ ഇഷ്ടം എന്ന് പറയുന്നത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ആര്യമ്മൻ. മറുവശത്ത് വിവാഹത്തിന് പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുന്ന പർമീത് പർജീത്തിനും അർജുനും കരണിനും കുറച്ച് കാര്യങ്ങൾ ബോർഡിൽ എഴുതി പറഞ്ഞു കൊടുക്കുകയാണ്. അനന്തയെ കൊന്നത് കൊണ്ട് പൂർവി പ്രതികാരം ചെയ്യാൻ വേണ്ടി അഹാനയായി വന്നു. അഹാന അപരിയായി മാറി വേറൊരാളെ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പർമീത്ത്. അത് കാണുന്ന പർജീത്ത് പർമീത്തിന്റെ അടുത്ത് പോയിട്ട് പർമീത്തിനോട് ചേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് സൂപ്പർ എന്ന് പറയുകയാണ്. ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ നീ എന്നെ പുകഴ്ത്തുകയാണോ കളിയാക്കുകയാണോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് പർമീത്ത്. ചേട്ടന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ മാറണമെങ്കിൽ അപരിയുടെ വിവാഹം നടക്കുന്ന സ്ഥലത്ത് പോകണമെന്ന് പറയുകയാണ്. മറുവശത്ത് മുത്തശ്ശി ഡെക്കറേറ്റ് ചെയ്യുന്ന ആളിനെ വഴക്കു പറയുകയാണ്. ജമന്തി പൂക്കൾ എല്ലാം എടുത്തു മാറ്റാൻ അയാളോട് മുത്തശ്ശി പറയുന്ന സമയം അവിടെ കപിൽ വരുന്നു. കപിൽ കാര്യം ചോദിക്കുമ്പോൾ അവർ വരുന്നതിന് മുമ്പ് ജമന്തി പൂക്കളെല്ലാം മാറ്റണം, അവർക്ക് ജമന്തിയുടെ സ്മെല്ല് അലർജിയാണ് എന്ന് മുത്തശ്ശി പറയുന്നത് കേൾക്കുന്ന കപില് ജമന്തി പൂക്കളെല്ലാം എടുത്തു മാറ്റുകയാണ്. ആരെയാണ് മുത്തശ്ശി ഉദ്ദേശിച്ചതെന്ന് പറയുന്നില്ല. ഈ സമയം ഖുഷി അവരെ ഒരുക്കുകയാണ്. ഓരോ ഓർണമെന്റ്സ് ഇടുമ്പോഴും അവരേക്ക് നേരത്തെ ഇതെല്ലാം ഇട്ടതായും ഇതുപോലെ ഒരുങ്ങി ഇരുന്നിട്ടുള്ളതായും ഓർമ്മ വരികയാണ്. തുടർന്ന് ആര്യമ്മൻ പറഞ്ഞതും വിവാഹം കഴിച്ചതുമെല്ലാം അവർക്ക് ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മിച്ച് വിഷമിച്ചിരിക്കുകയാണ് അപര. ശേഷം ആദർശ് ഖുഷിയോട് ചെയ്യാൻ കുറെ ജോലികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഖുഷി പോകുമ്പോൾ ഖുഷിയുടെ മുന്നിൽ പ്രഥമം ഫാണിയും പുതിയൊരു വേഷത്തിൽ വരികയാണ്. ഫേമസ് ആയ ആര്യമ്മന്റെ അടുത്ത ആളുകളായ നിങ്ങളുടെ കുടുംബത്തിലുള്ള വിവാഹം നടത്തിയാൽ ഞങ്ങളുടെ പോർട്ട്ഫോളിയോ സ്ട്രോങ് ആകും, ഞങ്ങൾ വെഡിങ് പ്ലാനർ ആണ്, ഞങ്ങൾ വെഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത് കേൾക്കുന്ന ഖുഷി ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനല്ലേ, ഓൾ ദി ബെസ്റ്റ്, ഇപ്പോൾ തന്നെ ജോലി ചെയ്തു തുടങ്ങിക്കോ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. ചെയ്യേണ്ട ജോലി കുറഞ്ഞതിന്റെ സന്തോഷത്തിൽ ഖുഷി നിൽക്കുന്നത് കാണുന്ന സരോജ അവർ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ വെഡിങ് പ്ലാനർ ആണ്, അവർ ഇവിടെയുള്ള ജോലിയെല്ലാം ഫ്രീ ആയി ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്ന് സന്തോഷത്തോടെ അവരോട് പറയുന്ന സമയം ആദിത്യയും ആദിത്യയുടെ പാരന്റ്സ് അവിടേക്ക് വരികയാണ്. അവരെ കാണുന്ന ആദർശും സരോജവും മുത്തശ്ശിയും എല്ലാവരും അവരെ ക്ഷണിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. മഹാദേവന്റെ ആശീർവാദം കൊണ്ട് ഇന്ന് ആദിത്യയുടെയും അവരുടെയും വിവാഹമാണ്, ഇനി എല്ലാം ശരിയാകുമെന്ന് സന്തോഷത്തോടെ പറയുകയാണ് മുത്തശ്ശി. അത് കേട്ട് അവിടേക്ക് വരുന്ന രാധിക എന്ത് ശരിയാകുന്ന കാര്യമാണ് മുത്തശ്ശി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന സരോജം രാധികയോട് അവരേക്ക് സുഖമില്ലാത്തതല്ലേ, വിവാഹം കഴിഞ്ഞാൽ വീടും സാഹചര്യങ്ങളെല്ലാം മാറുകയല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറയുകയാണ് സരോജം. ആര്യമ്മനെ നോക്കി ആദർശ് എന്റെ സഹോദരിയുടെ വിവാഹത്തിന് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുകയാണ് ആദർശ്. അത് കേൾക്കുന്ന രാധിക അപരിയെ എന്റെ സഹോദരിയെ പോലെയാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നാലേ എന്റെ ലക്ഷ്യം സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് രാധിക. ഈ സമയം പർമീത്ത് പർജീത്തിനോട് നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളും കാതുകളും തുറന്നു വയ്ക്കണം, അപര നാഗമാണെന്ന് അറിഞ്ഞാൽ അനന്തയുടെ കുടുംബത്തെ തീർത്തതുപോലെ അപരയുടെ കുടുംബത്തിനെയും തീർക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് അവിടെ ബാഗ് വെച്ചിരിക്കുന്നത് കാണുന്ന പിങ്കി ബാഗ് പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ഇന്ന് വിവാഹം കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി നാളെ ഹണിമൂണിന് പോകും, അതുകൊണ്ട് ഞാൻ ഇന്നേ അവരുടെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചു, സമയം ലാഭിക്കാമല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കുകയാണ് ഖുഷി. അത് കേൾക്കുന്ന പൂരവ് നാളെ അവർ ഹണിമൂണിന് പോവുകയാണെന്ന് പതുക്കെ രാധികയോട് പറയുമ്പോൾ അവൾ സ്വപ്നത്തിലെ ഹണിമൂണിന് പോവുകയുള്ളൂ, അനന്ത എന്റെ കൂടെ ഗുപ്ത ക്ഷേത്രം തുറക്കാൻ വരുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാധിക. അത് കേട്ട് പൂരവ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം ആരും കാണാതെ ഒരു സ്ഥലത്ത് മറഞ്ഞു നിന്ന് പർമീത്ത് പാമ്പാട്ടിയെ വിളിക്കുകയാണ്. മറുവശത്ത് അപര ഒരുങ്ങിയിരിക്കുകയാണ്. അവിടേക്ക് ഫാണി വരുന്നു. അപര ഒരുങ്ങിയിരിക്കുന്നത് കാണുന്ന ഫാണി അവരെ തന്നെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപര ഫാണിയെ കാണുമ്പോൾ ഖുഷി ഏട്ടത്തി ഇത് ഇവിടെ വെക്കാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയുകയാണ്. ഫാണിയെ കാണുന്ന അപര ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഫാണി മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. ആ സമയം രാധികയുടെ സൗണ്ട് കേൾക്കുന്ന ഫാണി രാധിക എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഫാണി അപര കാണാതെ അവിടെ നിന്ന് പോകുന്നു. ശേഷം അപരയെ കാണാൻ വരാതെ മടിച്ചു നിൽക്കുന്ന ആര്യമ്മനെ രാധിക ഓരോന്നും പറഞ്ഞ് നിർബന്ധിച്ച് അപരയെ കാണാൻ വേണ്ടി റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപരയുടെ അടുത്ത് പോയിട്ട് ആര്യമ്മൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുന്ന രാധിക ആര്യമ്മനോട് ഇന്ന് അപരയുടെ വിവാഹമാണ്, എന്തെങ്കിലും നിങ്ങളുടെ ഇടയിലുള്ള ഈഗോ എല്ലാം കളഞ്ഞ് വിഷ് ചെയ്യാൻ പറയുമ്പോൾ ആര്യമ്മൻ അപരയോട് കൺഗ്രാറ്റുലേഷൻ അപര എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അപര ആര്യമ്മനോട് താങ്ക് യു എന്ന് പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അപര കണ്ണാടിയിലൂടെ ആര്യമ്മനെ നോക്കുന്നുണ്ട്. ആര്യമ്മനും അതുപോലെ തന്നെ വിഷമമെല്ലാം ഉള്ളിലൊതുക്കി പുറമെ ദേഷ്യം അഭിനയിച്ച് നിൽക്കുകയാണ്. തുടർന്ന് രാധിക അപരയ്ക്ക് നെക്ലസ് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. എന്നിട്ട് നെക്ലസ് അപരയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. നെക്ലസ് ഇട്ടിരിക്കുന്ന അപരയോട് രാധിക ഒരു സാധനം പെർഫെക്റ്റ് ആകുന്നത് അത് എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ ഇരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് രാധികയ്ക്ക് വാങ്ങിയ നെക്ലസ് കൂടി എടുക്കുകയാണ്. എന്നിട്ട് ആര്യമ്മനോട് നെക്ലസ് ഇട്ട് തരാൻ പറഞ്ഞിട്ട് അപരയോട് ഹസ്ബൻഡ് ഇട്ട് തരുന്ന സാധനങ്ങൾക്ക് ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയുകയാണ്. ശേഷം ആര്യമ്മൻ രാധികയ്ക്ക് നെക്ലസ് ഇട്ട്
കൊടുക്കുകയാണ്. അത് കണ്ട് അവരെ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന രാധിക, നീ ആര്യമിനെ ഒത്തിരി സ്നേഹിച്ചതല്ലേ, എന്നിട്ടും ഞാൻ നിന്നിൽ നിന്ന് ആര്യമിനെ തട്ടിയെടുത്തു. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ വേദന കാണാൻ നല്ല രസമുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് രാധിക. ആ സമയം ആര്യമിന്റെ ഫോണിൽ ഒരു കാൾ വരുന്നതും ആര്യമൻ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ വരുന്ന ഖുഷി, ഇപ്പോഴുള്ള ഹസ്ബൻഡ് എല്ലാം വളരെ ബിസിയിലാണ്, എന്റെ ഹസ്ബൻഡും വളരെ ബിസിയിലാണ്, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഖുഷി രാധികയുടെ നെക്ലസ് ശരിയാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനും ബിസിയിലായിരുന്നു, അപ്പോഴാണ് എനിക്ക് വെഡിങ് പ്ലാനറിനെ കിട്ടിയതെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഖുഷി. ഈ സമയം ഫാണി പ്രഥമിനോട്, രാധിക ഇവിടെയുണ്ട്, ഓരോ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം, നാഗറാണിയുടെ കാര്യത്തിൽ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, നാഗറാണി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ രാധിക ശ്രമിക്കുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഫാണി. മറുവശത്ത് രാധിക ഒരു പാമ്പാട്ടി അവിടെ വരുന്നത് കാണുകയാണ്. പാമ്പാട്ടിയോട് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്ന് രാധിക ചോദിക്കുമ്പോൾ പർമീത്തിന്റെ കാര്യം അയാൾ രാധികയോട് പറയുകയാണ്. എന്നിട്ട് അയാൾ രാധികയോട്, എനിക്ക് നന്നായി മകുടി വായിക്കാൻ അറിയാം, പർമീത്ത് സാറിന് ആ കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ മകുടി വായിക്കുകയാണ്. രാധിക മകുടി വായിക്കണ്ട എന്ന് പറഞ്ഞിട്ടും അയാൾ അത് കേൾക്കാതെ മകുടി ഊതുകയാണ്. രാധികയുടെ ശരീരത്തിലുള്ളത് നാഗത്തിന്റെ ബ്ലഡ് ആയതുകൊണ്ട് രാധികയുടെ മുഖഭാവം മാറുകയും രാധികയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ അപരയ്ക്കും സൗണ്ട് കേട്ട് ബുദ്ധിമുട്ടുകൾ തോന്നുകയാണ്. ഈ സമയം പാമ്പാട്ടി അന്വേഷിച്ച് നടക്കുന്ന പർമീത്ത് മകുടിയുടെ സൗണ്ട് കേട്ട് ആ ഭാഗത്തേക്ക് പോവുകയാണ്. ദേഷ്യം വരുന്ന രാധിക അയാളോട് മകുടി ഊതുന്നത് നിർത്താൻ പറയുകയാണ്. അയാൾ അതൊന്നും കേൾക്കാതെ മകുടി ഊതിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം രാധിക ഡ്രാഗണായി മാറി അലറി വിളിക്കുകയാണ്. എന്നിട്ട് അയാളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. ഈ സമയം അവിടെ വരുന്ന പർമീത്തിന് തറയിൽ കിടക്കുന്ന മകുടി മാത്രമാണ് കിട്ടുന്നത്. തറയിൽ കിടക്കുന്ന മകുടി എടുക്കുന്ന പർമീത്ത്, പാമ്പാട്ടി എവിടെ പോയതായിരിക്കും, മകുടി ഇനി ആര് വായിക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് പർമീത്ത്. മറുവശത്ത് മകുടിയുടെ സൗണ്ട് കേട്ട് എനിക്ക് എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അവരെ നിൽക്കുമ്പോൾ അവിടെ വരുന്ന ഖുഷി, മുഹൂർത്തത്തിന് സമയമായി, പൂജാരി വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് ഡ്രാഗൺ പാമ്പാട്ടിയെ തീ ഊതി കത്തിച്ചു കൊല്ലുകയാണ്. അടുത്ത സീനിൽ വിവാഹ മണ്ഡപത്തിൽ ആദിത്യ ഇരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന പിങ്കി, എനിക്ക് ഇനി അഹാനയുടെ എത്ര വിവാഹം അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ കപിൽ ചെറിയ ഒരു റോസാപ്പൂ നിഷയ്ക്ക് കൊടുക്കുകയാണ്. അത് കണ്ട് നിഷ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയം രാധിക അവിടേക്ക് വരികയും ആര്യമിന്റെ അടുത്തിരിക്കുകയും ചെയ്യുന്നു. ശേഷം അവരെ അവിടേക്ക് വരികയാണ്. അവരെ ആര്യമൻ വിഷമത്തോടെ നോക്കുകയാണ്. അവരെയും ആര്യമിനെ നോക്കുകയാണ്. ആര്യമിന് വിവാഹത്തിന് ശേഷം അഹാനയുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ ഓർമ്മ വരികയാണ്. അവർ രണ്ടുപേരും നോക്കുന്നത് കാണുന്ന രാധിക ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ശേഷം അവരെ ആദിത്യയുടെ അടുത്ത് ഇരുത്തുന്നു. ആര്യമൻ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് പൂരവ് രാധികയോട് അനന്തയെ എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അനന്തയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, അതിന് എനിക്ക് ഡ്രാഗൺ ആകേണ്ട ആവശ്യമില്ല, ആർക്കും ഒരു ഡൗട്ട് തോന്നാത്ത രീതിയിൽ അത് നടക്കുമെന്ന് പറയുകയാണ് രാധിക. ഈ സമയം വിവാഹ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം കാണുന്ന ഫാണി, ഈ വിവാഹം എങ്ങനെയെങ്കിലും തടയണം പ്രഥമ, എന്താണ് ചെയ്യുന്നതെന്ന് നാഗറാണിക്ക് അറിയില്ല, നാഗറാണി എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞ് ഫാണി പോകാൻ തുടങ്ങുമ്പോൾ പ്രഥമ ഫാണിയെ തടയുകയാണ്. എന്നിട്ട് പ്രഥമ ഫാണിയോട്, എല്ലാവരുടെ മുന്നിൽ വെച്ച് നാഗറാണിയെ പഴയതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ശരിയല്ല, വേറെ എന്തെങ്കിലും ഐഡിയ ആലോചിക്കാമെന്ന് പറയുകയാണ് പ്രഥമ. ഈ സമയം പൂരവ് രാധികയോട് നിന്റെ ഐഡിയ എന്താണെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ എല്ലാം മനസ്സിലാകും, എണ്ണാൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് രാധിക വിവാഹ മണ്ഡപത്തിലേക്ക് നോക്കി 1 2 3 എന്ന് പറയുകയാണ്. ആ സമയം അവിടേക്ക് ലയൺ വരുന്നു. ലയണിനെ കണ്ട് എല്ലാവരും പേടിച്ച് ഓടുകയാണ്. പർമീത്തും പിങ്കിയും ടീനയും എല്ലാവരും പേടിച്ച് ഓടുന്നു. ഇതെല്ലാം കണ്ട് മാറി നിൽക്കുകയാണ് ഫാണിയും പ്രഥമും. മണ്ഡപത്തിൽ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുന്ന ആര്യമൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ലയൺ അവരുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം എല്ലാവരും മറിഞ്ഞു നിന്ന് കാണുകയാണ്. അവിടെ അടുത്തായി മറിഞ്ഞു നിന്ന് എല്ലാം കാണുന്ന രാധിക, ഡ്രാഗൺ അനന്തയെ കൊണ്ടുപോയാൽ എല്ലാവർക്കും ഡൗട്ട് തോന്നും, പക്ഷേ ലയൺ അനന്തയെ കൊണ്ടുപോയാൽ ആർക്കും ഡൗട്ട് തോന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് രാധിക. ലയൺ അടുത്ത് വരും തോറും ആര്യമൻ അവരുടെ കയ്യിൽ പിടിച്ച് അവരെയെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയാണ്. ലയൺ മണ്ഡപത്തിന് ചുറ്റും കറങ്ങുമ്പോൾ ആര്യമൻ അവരുടെ കയ്യിൽ പിടിച്ച് ഹോമത്തിന് ചുറ്റും നടക്കുകയാണ്. അതുമല്ല, ആര്യമൻ മണ്ഡപത്തിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ലയണിന് നേരെ എറിയുകയും ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും ഹോമത്തിന് ചുറ്റും നടക്കുന്നത് പർമീത്ത് എണ്ണുകയാണ്. ആര്യമൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആര്യമൻ എങ്ങനെയെങ്കിലും ലയണിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അവരെ ആര്യമിനെ തന്നെ നോക്കി നടക്കുകയാണ്. ലയണിനെ പേടിച്ച് മറിഞ്ഞിരിക്കുന്ന എല്ലാവരും ആര്യമിനെ അവരെയെ ശ്രദ്ധിക്കാതെ ലയണിനെ നോക്കി പേടിച്ച് നിൽക്കുകയാണ്. പർമീത്തും പർജീത്തും അവർ രണ്ടുപേരും ഹോമത്തിന് ചുറ്റും നടക്കുന്നത് എണ്ണുകയാണ്. 7 പ്രാവശ്യം ചുറ്റുന്നത് കാണുന്ന പർമീത്ത് പർജീത്തിനോട്, ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ 7 ജന്മത്തിലും ഉള്ളതാണ്, അപ്പോൾ 3 വിവാഹം കഴിഞ്ഞാൽ 21 ജന്മത്തിലും ഒരുമിച്ചുണ്ടാകുമെന്ന് പറഞ്ഞ് അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും ടെൻഷനോടെ നിൽക്കുകയാണ് പർമീത്ത്. ഈ സമയം ഫാണി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് ഇവിടെ ലയൺ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് ആര്യമൻ മണ്ഡപത്തിൽ ഇരിക്കുന്ന കുങ്കുമം എടുത്ത് ലയണിന് നേരെ എറിയുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് അവരുടെ നെറ്റിയിലും വീഴുകയാണ്. തുടർന്ന് ഹോമകുണ്ടത്തിലെ തീ എടുത്ത് ലയണിന് നേരെ ആര്യമൻ കാണിക്കുമ്പോൾ ലയൺ അവിടെ നിന്ന് പോവുകയാണ്. ലയൺ പോകുന്നത് കാണുന്ന എല്ലാവരും സമാധാനത്തോടെ നിൽക്കുകയാണ്. ഈ സമയം അവിടെ വരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സിനോട്
ആര്യമ്മൻ ലയൺ പോയ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അവിടേക്ക് പോവുകയാണ്. രാധിക ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് എല്ലാവരും വരുന്നു. അവരെ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന സരോജം അപരയോട് അകത്തേക്ക് പോകാൻ പറയുകയാണ്. അടുത്ത സീനിൽ കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുന്ന അപര സിന്ദൂരരേഖയിലെ സിന്ദൂരം കാണുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ഖുഷി വന്ന് അപരയെ വിളിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് പോവുകയാണ്. മണ്ഡപത്തിൽ വരുന്ന അപര വിഷമിച്ചിരിക്കുകയാണ്. ആര്യമ്മനും അങ്ങനെ തന്നെയാണ്. രാധിക ആര്യമ്മനെ നോക്കുകയാണ്. ശേഷം വിവാഹ ചടങ്ങുകൾ നടക്കുന്നു. രണ്ടുപേരും ഹാരം മാറ്റിയിടുകയാണ്. ഓരോ ചടങ്ങ് നടക്കുന്നത് കാണുന്ന ആര്യമ്മൻ വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് അവർ ഹോമത്തിന് ചുറ്റും നടക്കുകയാണ്. എല്ലാവരും അപരയുടെയും ആദിത്യന്റെയും നേരെ പൂക്കൾ എറിയുകയാണ്. അവസാനം ആദിത്യ അപരയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ്. അത് കാണുന്ന ആര്യമ്മന് പഴയതെല്ലാം ഓർമ്മ വരികയാണ്. ആദിത്യ അപരയ്ക്ക് സിന്ദൂരം ഇട്ട് കൊടുക്കുന്നത് കാണുന്ന ആര്യമ്മൻ അഹാനയ്ക്ക് സിന്ദൂരം ഇട്ട് കൊടുത്തത് ഓർമ്മ വരികയാണ്. ചടങ്ങെല്ലാം കഴിഞ്ഞത് കാണുന്ന പൂജാരി ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി എന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമം സഹിക്കാൻ കഴിയാത്ത ആര്യമ്മൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അപരയും രാധികയും ശ്രദ്ധിക്കുകയാണ്. ഇത്രയും കാലം ആര്യമ്മന് അഹാനയെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി ആര്യമ്മന് അഹാനയെ മറന്നേ പറ്റൂ. ഇവൾ തന്നെ എന്നെ ഗുപ്ത ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാധിക അവിടെ നിന്ന് പോകുന്നു. ശേഷം എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ആദിത്യയും അപരയും എല്ലാവരുടെയും കാല് തൊട്ട് തൊഴുകയും ആശീർവാദം വാങ്ങുകയും ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും കൂടി അപരയെയും ആദിത്യയെയും റൂമിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയം അടുത്തുള്ള ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്ന സരോജവും ആദർശും ആ ഡോർ തുറക്കുമ്പോൾ റൂമിന്റെ അകത്ത് നിന്നും ആദിത്യ വരുന്നത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ആരോ എന്നെ റൂമിന്റെ അകത്ത് ഇട്ടിട്ട് പൂട്ടിയിട്ട് പോയി എന്ന് ആദിത്യ പറയുമ്പോൾ അവിടേക്ക് യഥാർത്ഥ അപര വരുന്നു. അവരോട് പ്രഥമിന്റെയും ഫാണിയുടെയും വിവാഹമാണ് കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആദിത്യയും അപരയും പ്രഥമം ഫാണിയായി മാറുന്നു. അതെല്ലാം കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ദേഷ്യത്തോടെ സരോജൻ ചോദിക്കുമ്പോൾ അപരയ്ക്ക് എല്ലാം ഓർമ്മ വന്നു എന്നും ഇനി ആരും ഒന്നും മറച്ചു വെക്കേണ്ട എന്നും പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. രാധിക ഡ്രാഗൺ ആണെന്ന് അഹാന അറിയുകയാണ്. പർമീതിന്റെ കൂടെ ചേർന്നുള്ള രാധികയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? ആദർശിന്റെ ഫാമിലിയുടെ ഉദ്ദേശം അഹാനയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്